ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. 10th എന്നില്ല, 9th എന്നില്ല, 8th എന്നില്ല, ഏറ്റവും കൂടുതൽ കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ ഈ ചാനലിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അന്ന് തൊട്ട് ചോദിക്കുന്നതാണ് മാത്സിൻ്റെ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ മാത്സിനെ കുറിച്ചിട്ടാണ്. എനിക്ക് എത്ര പഠിച്ചാലും മനസ്സിലാവാത്തതും ഒട്ടും ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. 10th ഓണം എക്സാമിൻ്റെ മാർക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇറ്റ് വാസ് അറൌണ്ട് 26 and 30. അത്രയ്ക്ക് എനിക്ക് കിട്ടാറുള്ളൂ. അതിന് മുന്നേ ഐ വാസ് ജസ്റ്റ് പാസ് ലൈക്ക് 24. നമ്മൾ 4th സ്റ്റാൻഡേർഡിലാണ് മെയിനായിട്ട് മാത്സിൻ്റെ ബേസിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങുന്നത്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ പണ്ട് തൊട്ടേ കുഞ്ഞിനെ തൊട്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് പഠിക്കുന്നത്. എന്നെ അങ്ങനെ ആരും ഹെൽപ്പ് ചെയ്യാൻ എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ട്യൂഷന് പോകാറില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ എന്നെ ഒരാളെ ടീച്ച് ചെയ്യുന്നത് എനിക്ക് പൊതുവേ ഇഷ്ടമല്ല, എനിക്ക് മനസ്സിലാവാറുമില്ല. സോ അതുകൊണ്ട് കുഞ്ഞിനെ തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുന്ന ഒരാളാണ്. ഐ വാസ് ലൈക്ക് KG ആയിരുന്ന സമയത്ത് മൈ അമ്മ വുഡ് ഹെൽപ്പ് മീ. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചതാണ്. സോ 4th സ്റ്റാൻഡേർഡൊക്കെ ആയ സമയത്ത് ടേബിൾസ് പഠിക്കാൻ ഭയങ്കര പാടാണല്ലോ. അതായത് അന്നത്തെ ഒരു ബുദ്ധി വെച്ചിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 1 to 10 വരെയുള്ളത് ഓരോന്ന് ഇങ്ങനെ പഠിക്കുന്ന ആ ഒരു മടി കാരണം ഞാൻ പഠിച്ചില്ല. ഐ സ്കിപ്ഡ് ഇറ്റ്. ലേറ്റർ 4th ഒക്കെ തീരാറായ സമയത്താണ് നമുക്ക് കോവിഡ് വന്നത്. കോവിഡ് വന്നു, ഓക്കെ, കോവിഡ് കെയിം. പിന്നെ ഓൺലൈൻ ക്ലാസ്സായി. ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓൺലൈൻ ക്ലാസ്സിൽ ക്ലാസ് ഓപ്പൺ ചെയ്തിട്ട് കിടന്നുറങ്ങുക, മറ്റ് പരിപാടികളൊക്കെ ചെയ്യുക, ടീച്ചർ അവിടെ കിടന്ന് ക്ലാസ് എടുക്കും. അതുപോലത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. ഒന്നെങ്കിൽ പ്രോപ്പറായിട്ട് ഞാൻ ക്ലാസ്സിൽ കയറാറില്ലായിരുന്നു. ഞാൻ 6th ഒക്കെ ആയപ്പോഴാണ് കുറച്ചും കൂടെയൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ എന്തെങ്കിലും ആക്റ്റീവായി തുടങ്ങിയത് പോലും. സോ അങ്ങനെ ഓൺലൈൻ ക്ലാസ്സൊക്കെ സ്കിപ്പ് ചെയ്ത് മാത്സിൽ ഒരു ബേസിക്കും ഇല്ലാതെ ഞാൻ അങ്ങനെ വളർന്ന് വന്നു. അങ്ങനെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സ്കൂൾ റീ ഓപ്പൺ ആയി. ഞാൻ 7th ആയിരുന്നു. 7th സമയത്ത് പകുതിയോളം ഒക്കെ ആയപ്പോഴത്തേനും ടീച്ചേഴ്സ് എന്നെ കലോത്സവത്തിന് വേണ്ടിയിട്ട് വിളിച്ചു. ഞാൻ പോയി. അപ്പം 7th ഉണ്ടായിരുന്ന ആ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ പോയി. അതിനുശേഷം 8, 9 അതായത് 7, 8, 9 ഈ 3 ഗ്രേഡിൽ ഞാൻ ഫുൾ കലോത്സവത്തിലായിരുന്നു. എപ്പോഴും ഞാൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് മാത്സിൽ ഒന്നും എനിക്കറിയത്തില്ല. ആൻഡ് 10th സമയത്താണ് തന്നെ വല്ലാതെ അങ്ങോട്ട് അഫക്റ്റ് ചെയ്തത്. കാരണം എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോലും, ഡിവൈഡ് ചെയ്യാൻ അറിയില്ല. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് 1 to 10 പോയിട്ട് 1 to 5 വരെ കറക്റ്റായിട്ട് അറിയില്ല. അത്രയ്ക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ആൻഡ് 10th വന്നപ്പം ഇതെന്നെ വല്ലാതെ അഫക്റ്റ് ചെയ്തു. 10th ഞാൻ കലോത്സവത്തിന് കാര്യങ്ങളൊന്നും പോയില്ല. പക്ഷേ ഐ വാസ് ലൈക്ക് ജസ്റ്റ് പാസ് ആയാൽ മതി, ആ ഒരു ടൈപ്പിലായിരുന്നു എൻ്റെ മാത്സും കാര്യങ്ങളൊക്കെ. ഈ ഒരു റീസൺ കൊണ്ടാണ്, കാരണം എനിക്ക് മാത്സ് അറിയത്തില്ല. ആ ഒരു കാരണം കൊണ്ടാണ് ഈ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കംപ്ലീറ്റ്ലി ഞാൻ വെറുത്തത്. പക്ഷെ പിന്നീട് 10th കുറച്ചൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കണമെന്ന്, നല്ലൊരു മാർക്കോട് കൂടി ജയിക്കണം എന്നൊരു വാശി പുറത്ത് പതുക്കെ മാത്സ് പഠിക്കാൻ തുടങ്ങി. ഒരു ആൻസർ ചെയ്ത് അതിൻ്റെ നമ്മൾ ചെയ്ത ഫൈനൽ ആൻസർ ശരിയാണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു സുഖം വേറെ ഒരിടത്തും കിട്ടില്ല. അത്രയ്ക്ക് അടിപൊളി കാര്യമാണ് ഈ മാത്സ് എന്ന് പറയുന്നത്. ലേറ്റർ എനിക്ക് മാത്സ് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയി മാറുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ഓണം എക്സാമിൻ്റെ മാർക്കൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഫസ്റ്റ് എഴുതുന്ന സമയത്ത് D ആയിരുന്നു, അത് പിന്നെ D+ ആയി. D+, പിന്നെ ഏതോ ഒരു പരീക്ഷയിൽ C+ ആയി. അപ്പോൾ C+ ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ബിക്കോസ് എനിക്ക് എപ്പോഴും 9th ആയിരുന്നാൽ എനിക്ക് D അല്ലെങ്കിൽ D+ അതാണ് കിട്ടിക്കൊണ്ടിരുന്നത്. സോ C+ ആയ സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ബിക്കോസ് ഞാൻ അത്യാവശ്യം മാത്സ് ഒക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ SSLC മെയിൻ ബോർഡ് എക്സാമിന് ഈ D+ൽ നിന്ന് എനിക്ക് കിട്ടിയത് A ആയിരുന്നു. സീരിയസ്ലി ഞാൻ ഇപ്പോഴും പറയാണ്, എനിക്ക് SSLC ബോർഡ് എക്സാമിന് മാത്സിന് A പോയിട്ട് B+ പോയിട്ട് B പോലും കിട്ടുമെന്ന് ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല. ആൻഡ് വിത്ത് ഗോഡ്സ് ഗ്രേസ് എനിക്ക് A കിട്ടി. ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് മാത്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി ആയിരുന്ന സമയത്ത് രാവിലെ 3:30-4 മണിക്ക് ഞാൻ എഴുന്നേറ്റിരുന്നു സൈലം ക്ലാസ് കണ്ടാണ് പഠിച്ചത്. അത്രയും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. സോ നിങ്ങളും ഇപ്പം തൊട്ട് തന്നെ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട്, ഇതിപ്പോൾ ആവറേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ബിക്കോസ് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ തൊട്ട് നിങ്ങൾ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു ഡൗട്ടും വേണം, നിങ്ങൾക്ക് A+ കിട്ടും. ലാസ്റ്റ് ഫെബ്രുവരിയിലിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എനിക്ക് A കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ കഷ്ടപ്പെട്ട് പഠിച്ചാൽ A+ ഉറപ്പാണ്. മാത്സിൻ്റെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഞാൻ പ്രിപ്പയർ ചെയ്താണ് വന്നിട്ടുള്ളത്. മാത്സിൽ ഫസ്റ്റ് നമുക്ക് മെയിൻ ടോപ്പിക്സ് നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന, അതായത് 8th 9th 10th നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന മെയിൻ ടോപ്പിക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ 10th 9th 8th ഏതൊരു ക്ലാസ് എടുത്താലും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന മാത്സിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഓൾജിബ്ര, ആംഗിൾസ്, സർക്കിൾസ്, ഏരിയ, റാഷണൽ നമ്പേഴ്സ്, geometry, squares, statistics, probability, coordinates, polynomials,
ട്രിഗ്നോമെട്രി ആൻഡ് പാരലൽ ലൈൻസ്. ഇതല്ലാതെ നമ്മൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ ഹൈസ്കൂളിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിലൊക്കെ വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് നല്ല മാർക്ക് കുറവായിരിക്കും. ഇതൊക്കെ എന്താണെന്നും ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മാത്സിൽ ഓരോ കോൺസെപ്റ്റും കണക്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെമിസ്ട്രിയിലും അങ്ങനെയാണ്. കെമിസ്ട്രി, ഫിസിക്സ്, ഒപ്പം സയൻസ് ഏതൊരു സബ്ജക്റ്റ് എടുത്താലും ഓരോന്നും കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെയാണ് മാത്സും. മാത്സിൻ്റെ ഓരോ ചാപ്റ്ററും കണക്റ്റഡ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 10th SSLCയിലെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ് ആണ് ആൻഡ് തേർഡ് ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര ആണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ ചെയ്യാൻ പറ്റില്ല. സോ അത്രയ്ക്കും കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ഈ മാത്സിലായിരുന്നാലും. നിങ്ങൾ ഹൈസ്കൂളിൽ വന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ മാത്സിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു B+ എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്കോടുകൂടി പാസ്സാവണം, അല്ലെങ്കിൽ ഒരു A+ കൂടി തന്നെ പാസ്സാവണം എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള മാത്സ് ഉണ്ട്. ബേസിക് മാത്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കടന്ന ഞാൻ C+ലേക്ക് വന്നത് ഇങ്ങനെയായിരുന്നു. ഞാൻ ബേസിക് പഠിച്ചുകൊണ്ട് പോയി, പിന്നീടാണ് ഞാൻ ചാപ്റ്റേഴ്സ് പഠിച്ചത്. സോ ഈ ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ 1 to 20 വരെയെങ്കിലും, 10th ആണെങ്കിൽ 1 to 20 വേണ്ടി വരും. സോ 1 to 20 വരെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ സ്ക്വയറും സ്ക്വയർ റൂട്ട്സും പെർഫെക്റ്റ് സ്ക്വയർ, ക്യൂബ്, പ്രൈം നമ്പേഴ്സ്, ഡിവിസിബിൾ റൂൾ ഉണ്ട്, ഡിവിസിബിലിറ്റി റൂൾ ഉണ്ട്, അത് പഠിക്കണം. ആൻഡ് ഫ്രാക്ഷൻ ഡെസിമൽ ആക്കാനും ഡെസിമൽ പെർസെൻറ്റേജ് ആക്കാനും നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ബിക്കോസ് 9th പെർസെൻറ്റേജിൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ട് നിങ്ങളുടെ അടുത്ത്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്. 9th വരുമ്പോഴത്തേനും 8th കാര്യങ്ങൾ കറക്റ്റ് അറിയില്ല. ദെൻ നെഗറ്റീവ് നമ്പേഴ്സും അതിൻ്റെ റൂൾസും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. സോ അതായത് ഈ പ്ലസ് ചെയ്യുന്ന സമയത്ത് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് പ്ലസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, പിന്നെ ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറോട് പ്ലസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, പിന്നെ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിൽ ക്യൂബ് ഞാൻ അധികം സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ക്യൂബിൻ്റെ ആവശ്യം എനിക്ക് എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് മാത്സിൽ നമ്മൾ ഈ 10th ക്യൂബുകൾ അധികം കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ പഠിക്കണം, ക്യൂബ് പഠിക്കണം. ഇതിൽ ഏറ്റവും സ്കിപ്പ് ചെയ്യാൻ കഴിയാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഒന്ന് സ്ക്വയറും സ്ക്വയർ റൂട്ട്സും. ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. നിങ്ങൾ ഈ ഒരു SSLC സിലബസിലോ അല്ലെങ്കിൽ തന്നെ ഹൈസ്കൂളിൽ എടുത്താലും ഫുള്ള് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. എക്സാംസ് ഒക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പെട്ടെന്ന് എഴുതി തീർക്കണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറ്റ്ലീസ്റ്റ് 1 തൊട്ട് 10 വരെയെങ്കിലും അറിഞ്ഞിരിക്കണം. 10th പഠിക്കുന്നവരാണെങ്കിൽ 1 to 20 is a must thing. അതുപോലെ തന്നെയാണ് സ്ക്വയർ റൂട്ട്സും. ഈ കാര്യങ്ങളല്ലാതെ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഏരിയ, പെരിമീറ്റർ, ആംഗിൾ, സർഫസ് ഏരിയ, വോളിയം, ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് ഉണ്ട്. ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിൽ റിലേറ്റ് ചെയ്ത് ചോദിക്കും. എല്ലാത്തിലും ഇങ്ങനെ റിപ്പീറ്റഡ് ചെയ്ത് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ലെങ്ത് ബ്രെത്ത് ആണ്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു തരില്ല. സോ അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ടും ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നന്നായിട്ട് SCERT ടെക്സ്റ്റ് ബുക്സ് വായിക്കണം. മാത്സ് ടെക്സ്റ്റ് ബുക്ക് വായിക്കാനോ ഈ ചേച്ചി എന്താ പറയുന്നത്? അഫ്കോഴ്സ് മാത്സ് നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. എന്നെ പഠിപ്പിച്ചത് ഒരു സാറാണ് 10th 9th. സോ സാർ എപ്പോഴും ഞങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, മെയിനായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഇത് പിന്നീടാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി തുടങ്ങിയത്. ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ നമ്മുടെ ഈ മോഡൽ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയറില്ല നമുക്ക് മോഡലാണ് ഉണ്ടായിരുന്നത്. സോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഞാൻ എടുത്ത് വായിക്കുന്ന സമയത്ത് കൂടുതലും ഈ അസേർഷൻ, റീസൺ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് മാത്സിൽ ഈ വട്ടം തൊട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു കണക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഞങ്ങൾ എഴുതിയ വർഷം ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഉള്ള വർഷങ്ങളൊന്നും അസേർഷൻ, റീസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് എക്സാമിന് ചോദിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. സോ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അസേർഷൻ, റീസൺ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അത് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടൊക്കെ പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് സെൻറ്റൻസസും ഒരുപാട് ടോപ്പിക്സും ഒരുപാട് കോൺസെപ്റ്റും ഒരുപാട് റീസൺസും ഇഷ്ടം പോലെ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതർ ദാൻ ക്വസ്റ്റ്യൻസ്, അതർ ദാൻ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. സോ നന്നായിട്ട് ഒരു ചാപ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. പ്രത്യേകിച്ച് യെല്ലോ ബോക്സിലൊക്കെ നിങ്ങൾക്ക് ഓരോന്ന് കൊടുത്തിട്ടില്ലേ, അത് നിങ്ങൾ മെയിനായിട്ട് വായിക്കണം. നന്നായിട്ട് വായിച്ചു പഠിച്ചു വെച്ച് മനസ്സിലാക്കി പഠിച്ചു വെച്ചിട്ട് പോകണം. അപ്പോൾ ഈ ഒരു കാര്യം വന്നാൽ തന്നെ നിങ്ങൾക്കൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 1 വേർഡും ഒക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ്ലി ആണ് ചോദിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 24 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ
ചാപ്റ്റേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കരുത്, കണക്ട് ചെയ്ത് പഠിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഓൾജിബ്ര, അരിത്തമെറ്റിക് സീക്വൻസും ഓൾജിബ്രയും കണക്റ്റഡ് ആണ്. പിന്നെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ഒക്കെ അങ്ങനത്തെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇതെല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് തന്നെ പഠിക്കും. ഇപ്പോൾ ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ എഴുതാൻ പറ്റും. ഒരു ചാപ്റ്റർ വ്യക്തമായിട്ട് അറിയെങ്കിൽ അടുത്ത ചാപ്റ്റർ നമുക്ക് അധികം അറിയില്ല, പക്ഷെ നമുക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. അതങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. സോ ചാപ്റ്റേഴ്സ് എപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാകാൻ പറ്റുന്നതും ഏത് ചാപ്റ്ററിൽ ചോദിച്ചാലും നമുക്ക് ആൻസർ എഴുതാനും പറ്റും. നിങ്ങളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യരുത്. അത് വളരെയധികം തെറ്റാണ്. നിങ്ങൾ ഫസ്റ്റ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം, പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അതിനുശേഷം മാത്രം നിങ്ങൾ ഡിഫിക്കൽട്ടിലേക്ക് പോവുക. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. ഇപ്പം ഇതെല്ലാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് ഒരു എ എങ്കിലും മേടിച്ചെടുത്തത്. സോ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ടൊരു മീഡിയം ലെവലിലോട്ടൊക്കെ പോവുക. ഫസ്റ്റ് ചെയ്തെന്ന് മനസ്സിലാക്കുക. എന്നിട്ടൊരു മീഡിയം ലെവലിൽ പോയിട്ടേ ഹാർഡിലോട്ട് പോകാവൂ. ആദ്യമേ ഹാർഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടില്ല. നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനൊരു ഇൻട്രസ്റ്റ് കിട്ടില്ല, ഭയങ്കര ടഫായിട്ട് തോന്നും, മാത്സിനെ ഹേറ്റ് ചെയ്യും, പഠിക്കേണ്ടെന്ന് തോന്നും, അങ്ങനെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ വരും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് ഈസി ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിനുശേഷം മീഡിയം ലെവലിലോട്ട് പോവുക, അതിനുശേഷം ഡിഫിക്കൽട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ്, ഒരു സെൽഫ് കോൺഫിഡൻസ്, എനിക്കത് ചെയ്യാൻ അറിയാം, അത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്കത് ചെയ്യാൻ അറിയാം എന്നൊരു ഇന്നർ കോൺഫിഡൻസ്, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. സോ അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഹാർഡായിട്ടുള്ളത് എടുക്കാതെ ഫസ്റ്റ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും 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 ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാതെ പല ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ നമ്പേഴ്സ് വെച്ച് തന്നെ വീണ്ടും വീണ്ടും ചെയ്യാതെ നമ്പേഴ്സൊക്കെ മാറ്റി കൊടുക്കുക. നമ്പേഴ്സൊക്കെ മാറ്റിയിട്ട് ആ ഒരു പാറ്റേണിൽ ചെയ്ത് പോകും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് പോകുമ്പോൾ തന്നെ നമ്മളത് കാണാതെ പഠിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അറിഞ്ഞ് പഠിക്കുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ് 1 + 1 = 2. അപ്പം അതിന് പകരം അത് തന്നെ വീണ്ടും 1 + 1 = 2 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏത് പാതിരാത്രി എണീറ്റ് ചോദിച്ചാലും നമുക്കത് കാണാപ്പാടമാണ്. അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മൾ വിചാരിക്കുകയില്ല, നമ്മളത് ആലോചിക്കാറേയില്ല. അതുകൊണ്ട് 1 + 1 = 2 പകരം 2 + 2 = 4 അങ്ങനെ അഡിഷൻ വരുന്നതാണല്ലോ. നിങ്ങൾക്ക് പാറ്റേൺ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പല രീതിയിൽ ചെയ്ത് നോക്കുക. അതായത് നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുക. എപ്പോഴും ഒരേ പാറ്റേൺ അല്ലെങ്കിൽ ഒരേ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ അഗെയിൻ ആൻഡ് അഗെയിൻ ചെയ്യുന്നതിന് പകരം പലതായിട്ട് നമ്മൾ പല പാറ്റേൺസ് ട്രൈ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത് നമുക്ക് ഒട്ടും അറിഞ്ഞൂടാത്ത പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അങ്ങനെയുള്ള അൺഫെമിലിയർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, കാരണം നിങ്ങൾ ഒരുപാട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തല്ലോ, അതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കംപ്ലീറ്റ് ഉള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സ്റ്റക്ക് ആകുന്ന ഒരു സ്റ്റെപ്പ് കാണുമല്ലോ, അത് നിങ്ങൾ കറക്റ്റായിട്ട് റൗണ്ട് ചെയ്തിടുകയോ അല്ലെങ്കിൽ സർക്കിൾ ചെയ്യുകയോ അണ്ടർലൈൻ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക. നിങ്ങളത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്തു വരികയാണ്, പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് എപ്പോഴും ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു സ്റ്റെപ്പ് എത്തുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, അതായത് അവിടെ മിസ്റ്റേക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത് ഫസ്റ്റ് ക്ലിയർ ചെയ്ത് പോവുക. സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അങ്ങനെ സ്റ്റക്ക് ആവുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരുന്നത് പേജ് ഇങ്ങോട്ട് മറിച്ച് നോക്കും, അപ്പുറത്ത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കിയിട്ട് അത് തന്നെ ഇവിടെ കോപ്പി ചെയ്ത് സൊല്യൂഷൻ അങ്ങോട്ട് മാറ്റി എഴുതും. ഈ സൊല്യൂഷൻസ് ഇങ്ങനെ കോപ്പി ചെയ്യുന്നതിന് പകരം അത് മനസ്സിലാക്കി എന്താണ് എനിക്ക് പറ്റിയത്, അതെങ്ങനെയാണ് ശരിയാക്കാനുള്ളതെന്ന് നിങ്ങൾ മിസ്റ്റേക്കുകളിൽ നിന്ന് ശരിയാക്കി പഠിച്ച് മുന്നോട്ട് പോയാലേ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ശരിയാവുള്ളൂ. ഇല്ലെങ്കിൽ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ട് കുഴഞ്ഞു കിടക്കും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഫസ്റ്റ് മിസ്റ്റേക്ക് നിങ്ങൾ ഫിക്സ് ചെയ്യുക, എന്നിട്ടേ നിങ്ങൾ അടുത്തതിലോട്ട് പോകാൻ പാടുള്ളൂ. അല്ലാതെ സൊല്യൂഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞു കൊടുക്കാതെ അടുത്ത് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യാനുള്ളത്, എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷനില്ലേ, നമുക്ക് മാത്സ് പറ്റുന്നില്ല എന്ന് തോന്നുന്നത് ഇതുകൊണ്ടാണ്. പരീക്ഷ എഴുതുന്ന സമയത്തായിരുന്നാലും പഠിക്കുന്ന സമയത്തായിരുന്നാലും കറക്റ്റായിട്ട് നമ്മൾ നീറ്റായിട്ട് ഇക്വേഷൻസ് എഴുതി പോകണം. മെൻ്റൽ മാത്സ് ഗുഡാണ്, പക്ഷേ അത് എപ്പോഴും അക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല. നമ്മളൊക്കെ ഭയങ്കര മാത്തമാറ്റീഷ്യൻ ഒന്നും അല്ലല്ലോ. സോ നമുക്ക് എപ്പോഴും അത് കറക്റ്റ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ എനിക്ക് തന്നെ ഇടയ്ക്ക് 1 + 1 എന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ 1 + 1 -2 എന്നൊക്കെ വരാറുണ്ട്. സോ മെൻ്റൽ മാത്സ് എപ്പോഴും മെൻ്റൽ മാത്സ് ഇസ് ഗുഡ് ബിക്കോസ് ഇറ്റ് ഇംപ്രൂവ് യു. പക്ഷെ അത് എപ്പോഴും അക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല. പ്രത്യേകിച്ച് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് അക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല. സോ പരീക്ഷയ്ക്ക് നിങ്ങൾ മെൻ്റൽ മാത്സ് ചെയ്യുന്നതിന് പകരം ഇക്വേഷൻസും സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് എഴുതി പോകുക. അപ്പോൾ എനിക്ക് തന്നെ മെൻ്റൽ മാത്സ് ചെയ്തിട്ട് ഞാൻ ഡയറക്റ്റ്ലി
എന്താണ് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേനും ആൻസറും അതായത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യവും ചെയ്തു വരുന്നതും അല്ലെങ്കിൽ ആൻസറും റിയൽ ആൻസറും തമ്മിലിട്ട് നന്നായിട്ട് വ്യത്യാസം കാണും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻ്റൽ മാത്സ് എനിക്ക് തെറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് എഴുതി പോവുക. കാരണം മെൻ്റൽ മാത്സ് എപ്പോഴും ശരിയായിരിക്കണം എന്നില്ല. അതുപോലെ എക്സാമിന് നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാണ്, ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഫൈനൽ ആൻസർ തെറ്റാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സാർ അല്ലെങ്കിൽ ടീച്ചർ നിങ്ങൾ എഴുതിയ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പിനും ഇക്വേഷൻസിനും നിങ്ങൾക്ക് മാർക്ക് തരും. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, എനിക്കിതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ കറക്റ്റ് പഠിച്ചിട്ടൊക്കെ പോയി സ്റ്റെപ്പും ഇക്വേഷൻസ് ഒക്കെ എഴുതി, പക്ഷെ ഫൈനൽ ആൻസർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേനും തെറ്റിപ്പോയി. ഇപ്പോൾ പ്ലസിന് പകരം നെഗറ്റീവ് ആയി പോയാലും നെഗറ്റീവിന് പകരം പോസിറ്റീവ് ആയിരുന്നാലും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു നമ്പർ തന്നെ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ എഴുതിയ സ്റ്റെപ്പിന് മാർക്ക് തരും. ഇപ്പോൾ 4 മാർക്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്കെങ്കിലും തരും. എനിക്കങ്ങനെ തന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിനടുത്ത് പറയുന്നത്, നിങ്ങൾ എക്സാമിൽ നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ, നിങ്ങൾക്കൊന്നും അറിയത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇക്വേഷൻസും അത് ചെയ്യുന്ന രീതിയെങ്കിലും പഠിച്ചുകൊണ്ട് പോവുക. സോ അങ്ങനെ ഇക്വേഷൻ എങ്കിലും പഠിക്കുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു ആൻഡ് അത് പകർത്തിയെടുത്തു, എന്നിട്ട് ഇക്വേഷൻ എഴുതി അതിൻ്റെ സ്റ്റെപ്പുകൾ എഴുതി വന്ന് ഫൈനൽ ആൻസർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ടെൻസ്ഡ് ആവണ്ട. ബിക്കോസ് നിങ്ങൾക്ക് സ്റ്റെപ്പിന് മാർക്ക് വീഴും. അതാണ് പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഫോർമുല ബുക്ക് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എൻ്റെ SSLCയിലാണ് ഇത് ചെയ്തു തുടങ്ങിയത്. 9th ഞാൻ അങ്ങനെ പഠിക്കുന്ന ടൈപ്പിലല്ലായിരുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഞാൻ ആർട്സ് സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി നടക്കും. സോ അതുകൊണ്ട് 10th ആയ സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫോർമുല ബുക്കൊക്കെ ഉണ്ടാക്കി വെക്കണം. സോ ആ ഒരു രീതിയിൽ, കാരണം നമുക്ക് ഒരു ചാപ്റ്ററിൽ തന്നെ ഒരുപാട് ഫോർമുലാസ് ആണ് പഠിക്കാനുള്ളത്. SSLCയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സോളിഡ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, നിങ്ങൾക്ക് ലാസ്റ്റ് ആണ്, നിങ്ങൾ എപ്പോഴൊന്നും പഠിക്കില്ല. ഏകദേശം ജനുവരി ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈമിലൊക്കെയാണ് നിങ്ങൾ, മാർച്ചല്ല ജനുവരിയിലൊക്കെ ആകുമ്പോഴാണ് സോളിഡ്സിനെ കുറിച്ച് പഠിക്കുന്നത്. സോ ഈ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരുപാട് കോൺസെപ്റ്റും ഒരുപാട് ഇക്വേഷൻസും പഠിക്കാനുണ്ട്. അപ്പം ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് ഇപ്പോൾ എക്സാം ഹാളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടഫാണ്. കാരണം എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കാനും കാര്യങ്ങളൊക്കെ നല്ല പാടാണ്. അപ്പം ഞാൻ ചെയ്തിരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ നോട്ട്ബുക്ക് എടുക്കും, ചെറിയ സൈസിലുള്ള നോട്ട്ബുക്ക് എടുത്തിട്ട് മാത്സ് ഇക്വേഷൻസ് എഴുതാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ബുക്ക് ഉപയോഗിച്ചത്. സോ ഈ ഒരു ബുക്കിൽ ഞാൻ ഫുള്ളും ചാപ്റ്റർ 1 തൊട്ട് ലാസ്റ്റ് വരെ സോളിഡ്സ് തൊട്ട് അരിത്മെറ്റിക് സീക്വൻസ് തൊട്ട് സോളിഡ്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് വരെയുള്ള ഇക്വേഷൻസ് കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ്ലി ഞാൻ എഴുതി വെച്ചു. ഈ ഒരു ബുക്കാണ് ഞാൻ എൻ്റെ SSLC ബോർഡ് എക്സാം തുടങ്ങുന്നതിന് 2 മിനിറ്റ് വരെ മുന്നേ ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് ആ ഒരു ടൈമിൽ നമ്മുടെ ടെക്സ്റ്റോ അല്ലെങ്കിൽ സാറ് തന്ന നോട്ടോ ഒന്നും കംപ്ലീറ്റ്ലി എടുത്ത് വായിച്ചാൽ ഒരിടത്തും ഒന്നും എത്തില്ല. അപ്പം ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കുറച്ച് കോൺസെപ്റ്റ് കാണുമല്ലോ. ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. സോ ആ കാര്യങ്ങൾ ഞാൻ മെയിനായിട്ട് കോൺസെപ്റ്റുകളെല്ലാം മെയിനായിട്ട് ആ ഒരു ഫോർമുല ബുക്കിൽ എഴുതി വെച്ചു. ഒരു ചാപ്റ്ററിൻ്റെ പേര് ചാപ്റ്റർ 1 അരിത്മെറ്റിക് സീക്വൻസ്. ഇപ്പം ഞാൻ SSLCയെ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും അടുത്ത ഓർമ്മയുള്ളത് അത് മാത്രമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചതും SSLCയിലാണ്. അതുകൊണ്ടാണ് ഞാൻ SSLC എക്സാമ്പിളായിട്ട് പറയുന്നത്. സോ SSLCയിൽ അരിത്മെറ്റിക് സീക്വൻസ് ചാപ്റ്റർ 1 അരിത്മെറ്റിക് സീക്വൻസ് എന്ന് എഴുതിയിട്ട് ഓരോ കാര്യങ്ങളുണ്ട്, ഓരോ കോൺസെപ്റ്റുകൾ എഴുതി പോവും. അതുപോലെ ഇക്വേഷൻസ് ഫോർമുലാസ് എഴുതി പോവും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എല്ലാം അങ്ങനെയാണ് ചെയ്തത്. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ഇക്വേഷൻസ് മാത്രം എടുത്ത് വായിച്ചാൽ മതി, എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എന്ത് മിസ് ചെയ്താലും ഈ ഒരു കാര്യം മിസ് ചെയ്യരുത്. മിസ് ചെയ്യരുത്. ഡോണ്ട് പാനിക് വെൻ യു സീ വേർഡ് പ്രോബ്ലംസ്. എനിക്ക് 8th 9th 10th ഉണ്ടായിരുന്നൊരു കാര്യം, 10th ലാസ്റ്റ് വരെ SSLC ബോർഡ് എക്സാം എഴുതുന്ന വരെ ഉണ്ടായിരുന്നൊരു പ്രശ്നമായിരുന്നു. വേർഡ് പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞാൽ എനിക്കങ്ങ് ടെൻഷൻ കയറും. അയ്യോ എനിക്കിത് അറിഞ്ഞുകൂടാ, എൻ്റെ മാർക്ക് പോയി, ഇതേമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിരിക്കും. ആക്ച്വലി വേർഡ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ അത് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടഫായിട്ട് തോന്നുന്നതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് അറിയായിരിക്കും, ചെയ്യാൻ അറിയായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മളൊരു നെഗറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കും. അയ്യോ എനിക്കിത് അറിയത്തില്ല, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു നെഗറ്റിവിറ്റി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കും. സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാനുള്ളത്, ഇങ്ങനൊരു വേർഡ് പ്രോബ്ലം നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ നന്നായിട്ട് വായിക്കാം. റീഡ് കെയർഫുള്ളി. അതാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾ കാണുന്ന സമയത്ത് അതിൽ അയ്യോ നമ്പേഴ്സൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ എക്സും വൈയും ആൾജിബ്രായിക് ഫോമൊക്കെ കണ്ടിട്ട് അയ്യോ എന്ന് വിളിക്കുന്നതിന് പകരം ഫസ്റ്റ് അത് സമാധാനമായിട്ട്, സ്ട്രെസ്ഡ് അല്ലാതെ നല്ല സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ട് അതൊന്ന് കംപ്ലീറ്റ്ലി വായിക്കാം. ഒരു വട്ടമല്ല, ഒരു 2-3 വട്ടം തന്നെ അത് വായിക്കണം. വായിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ കാണില്ലേ, അത് നമ്മൾ പെൻസിലിട്ടൊന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ SSLC ബോർഡ് എക്സാമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ
പെൻസിലിട്ടോ പേനയിട്ടോ ഒന്നും വരയ്ക്കാൻ പാടില്ല. പക്ഷേ വളരെ മൈന്യൂട്ടായിട്ട് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ പേപ്പറിലെങ്കിലും എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. കാരണം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരാണ്. ഇപ്പം ഞാൻ ട്രിഗ്നോമെട്രി എക്സാമ്പിൾ ആയിട്ട് വെച്ചിട്ട് ട്രിഗ്നോമെട്രിയിലാണെന്നുണ്ടെങ്കിൽ ഇത്ര ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ എന്ന് പറയുമ്പം അത് അണ്ടർലൈൻ ചെയ്യുക. ഇത്ര ഡിഗ്രി 30 ഡിഗ്രി എന്നുള്ളത് 30 ഡിഗ്രി നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. അടുത്തത് ഇത്ര സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ, അപ്പോൾ 4 സെൻറ്റിമീറ്ററിൽ അണ്ടർലൈൻ ചെയ്യുക. അതായത് ഒരുപാട് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. രാമു പച്ച പാൻറ്റും ചുവന്ന ടീഷർട്ടും ഷൂസും ഇട്ട് അവിടെ 5 അടി പൊക്കത്തിൽ നിന്ന സമയത്ത് അടുത്തൊരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാമുവിനെ ഇത്രയും ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ മൈൻഡ് ചെയ്യാനുള്ളത് ആ ഒരു ട്രയാങ്കിൾ അവിടെ ഉണ്ടായിരുന്നു, അത് ഇത്ര അടിയായിരുന്നു അല്ലെങ്കിൽ ഇത്ര പൊക്കമായിരുന്നു, അതിൻ്റെ ഡിഗ്രി, ആ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. അത് അണ്ടർലൈൻ ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാണ്, നിങ്ങൾ പ്രിപ്പയർ ആയി ഓക്കെ എനിക്കറിയാം എന്നൊരു കോൺഫിഡൻസ് വന്നിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന, അതായത് എഴുതുന്ന സമയത്ത് നിങ്ങൾ ആ കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എടുത്തെഴുതണം. അതായത് 5 സെൻറ്റിമീറ്റർ ട്രയാങ്കിൾ. സോ ട്രയാങ്കിൾ 5 സെൻറ്റിമീറ്റർ, ട്രയാങ്കിളുടെ ലെങ്ത് ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ പേപ്പറിലോട്ട് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ, ഡിഗ്രി ഇസ് ഈക്വൽ ടു ഇത്രയാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആംഗിൾ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ഓർ 30 ഡിഗ്രി ഓർ 90 ഡിഗ്രി വാട്ട് എവർ ഇറ്റ് ഈസ്, ആ കാര്യം നിങ്ങൾ എഴുതി എടുക്കണം. അപ്പം അത് എന്തിനാണ് എഴുതി എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ടീച്ചറിന് വ്യക്തമായിട്ട് മനസ്സിലാക്കും, ഈ കുട്ടി കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ടീച്ചറിന് മനസ്സിലാകുകയും നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് അപ്പോഴപ്പോഴെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുന്ന സമയത്ത് മാറിപ്പോകാറുണ്ട്. ഇത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്, കാരണം എനിക്ക് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറിപ്പോകാതിരിക്കാൻ ഇപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ മാറിപ്പോകാതിരിക്കാനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് നോക്കി ചെയ്യാം. സോ അങ്ങനെ നിങ്ങൾ എഴുതി വെക്കണം. പിന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ഞാൻ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ 10th പഠിക്കാനുണ്ട്. അതിൽ മെയിനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അത് നമുക്ക് എടുത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറയും, കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ പറയും. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ടും ആ ഒരു കാര്യം ഞാൻ മനസ്സിൽ ആലോചിക്കും, ഇത് ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പം ട്രയാങ്കിളിനൊക്കെ കുറിച്ചിട്ടാണ് കൂടുതലും അതിൽ പറയുന്നത്. ഇപ്പോൾ ട്രയാങ്കിൾ ഇങ്ങനെ നിൽക്കുകയാണ്, ഇത്ര ഡിഗ്രിയാണ്, ഇത്ര സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പുറത്ത് കാണാം, അപ്പുറത്ത് നോക്കുമ്പോൾ ഇവിടെ കാണാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ കൊണ്ടുവരണം. ഇമാജിനേഷൻ ചെയ്യണം, വിഷ്വലി നമ്മൾ മനസ്സിൽ ആലോചിക്കണം, ഇങ്ങനെയാണ് എന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് ആൻസർ മനസ്സിൽ തന്നെ നമുക്കൊന്ന് ആലോചിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഏത് ഫോർമുലയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് ആദ്യമേ ഓർത്ത് വെക്കണം. ഇപ്പോൾ ട്രിഗ്നോമെട്രി ആണെന്നുണ്ടെങ്കിൽ സൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു ഫോർമുല ഉണ്ട്, കോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു ഫോർമുല ഉണ്ട്, ടാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു ഫോർമുല ഉണ്ട്. സോ അതുപോലെ തന്നെ പല ചാപ്റ്റേഴ്സും അരിത്മെറ്റിക് സീക്വൻസ് ആയിക്കോട്ടെ, സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ആയിക്കോട്ടെ, ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫോർമുലാസ് അല്ലാതെ, ഇക്വേഷൻസ് അല്ലാതെ ഒരുപാട് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതൊക്കെയാണ്. അതിനുശേഷം ലാസ്റ്റ് നിങ്ങൾ ഏത് ഫോർമുലയാണ് ഞാൻ ഉപയോഗിക്കാനുള്ളത്, എങ്ങനെയാണ് ചെയ്യാനുള്ളത്, മനസ്സിൽ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് എഴുതി നോക്കുക. പെൻസിലിട്ടൊന്ന് എഴുതുക. ഒരുപാട് നിങ്ങൾ പേനയിട്ട് വെട്ടിക്കുറിച്ചിടാതെ പെൻസിലിട്ടൊന്ന് എഴുതി നോക്കുക, ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടുമ്പോൾ ആൻസർ എന്തായിരിക്കും കിട്ടുന്നത്. എന്നിട്ട് നിങ്ങൾ പേന ഇട്ടിട്ട് കറക്റ്റായിട്ട് എഴുതുക. സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ബോർഡ് പ്രോബ്ലംസ് ഭയങ്കര ടഫായിട്ട് തോന്നില്ല. ഇത് എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞു 10th വരെയും ബോർഡ് പ്രോബ്ലംസ് കാണുമ്പോൾ പേടിയായിരുന്നു. അപ്പോൾ 10th ആദ്യമൊക്കെ കയറുമ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ ഓണം എക്സാമൊക്കെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊക്കെ ഒന്ന് പഠിക്കാൻ തുടങ്ങി. ആ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ടിപ്പ് പറഞ്ഞത്. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക, അഫ്കോഴ്സ് ഇറ്റ് വിൽ വർക്ക്. നമ്മൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്, നിങ്ങൾ മെയിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാറ്? നമ്മുടെ ആ ഒരു ആൻസർ ഷീറ്റ് എല്ലായിടത്തും പ്ലെയിൻ വൈറ്റ് ആയിരിക്കും. പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ള ആൻസർ ഷീറ്റ് കിട്ടുന്നു, നമ്മൾ സ്കെയിൽ എടുക്കുന്നു, ഇപ്പുറത്തൊരു മാർജിൻ വരയ്ക്കും, അതിനുശേഷം മേളിൽ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടൊരു മാർജിൻ വരയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഡേറ്റ് എഴുതും, ഇവിടെ ഇന്ന എക്സാം ആണെന്ന് എഴുതും, ഇവിടെ നമ്മുടെ പേരും ക്ലാസ്സും റോൾ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതും. പക്ഷെ മാത്സ് എക്സാമിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്തത് കറക്റ്റാണ്, ഇത്രയും കറക്റ്റാണ്. മാത്സ് എക്സാമിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, റൈറ്റ് സൈഡിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കോളം ഓർ റോ, എനിക്കത് കറക്റ്ററില്ല, കോളം കൂടെ വരയ്ക്കുക. നിങ്ങൾ ഇങ്ങനെ ഒരു കോളം കൂടെ വരച്ചതിന് ശേഷം ആ ഒരു സ്ഥലത്ത് നിങ്ങൾ കറക്റ്റ് കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോളം മെയിൻ ആയിട്ടുള്ളത്. ഈ കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ ടീച്ചർ, ഇപ്പം ചില ടീച്ചേഴ്സൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പേപ്പർ ചെക്കിങ് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ പാവമായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. എങ്ങനത്തെ ടൈപ്പ് ആയിരുന്നാലും നിങ്ങളിപ്പോൾ ഒരു ആൻസർ ചെയ്തു,
ആൻസർ ചെയ്ത് ഇപ്പോൾ SSLC ബോർഡിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ടിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങളൊരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ആൻസറും കറക്റ്റ് ആണ്. അപ്പോൾ ടീച്ചർ ചെക്ക് ചെയ്യും നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് കിട്ടിയത്, നിങ്ങളുടെ കാൽക്കുലേഷൻസ് ടീച്ചർ ചെക്ക് ചെയ്യും. അപ്പോൾ ടീച്ചേഴ്സ് റൈറ്റ് സൈഡിൽ നോക്കുന്ന സമയത്ത് അവിടെ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. ഈ ഒരു ആൻസർ കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്യണമല്ലോ. ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ അല്ലാതെ എന്തെങ്കിലും ഡിവിസിബിലിറ്റിയോ എനിത്തിങ് വാട്ട് എവർ ഇറ്റ് ഇസ് എന്തെങ്കിലും നിങ്ങൾ ചെയ്യണമല്ലോ. അപ്പോൾ ടീച്ചർ നോക്കുന്ന സമയത്ത് അവിടെ ഒന്നുമില്ല. ഒബ്വിയസ്ലി ടീച്ചർ വിചാരിക്കും നിങ്ങൾക്ക് കോപ്പി അടിച്ചതാണ്. വെട്ടും, അഫ്കോഴ്സ് വെട്ടും, മാർക്ക് നിങ്ങൾക്ക് തരില്ല. എത്രയൊക്കെ മെന്റൽ മാത്സ് ആണെങ്കിലും പരീക്ഷയ്ക്ക് ഒരു ലിമിറ്റ് വരെ മെന്റൽ മാത്സ് ഇറ്റ് ഇസ് ഗുഡ്. ബിക്കോസ് ഇപ്പോൾ 2 × 2 എത്രയും ചോദിച്ചാൽ മെന്റൽ മാത്സ് നമുക്ക് ചെയ്തെഴുതാം. അത് അവിടെ തെളിയിക്കണം, പ്രൂവ് ചെയ്യണം എന്നില്ല. അതുപോലെ തന്നെ 10 × 10 അല്ലെങ്കിൽ 10 ന്റെ സ്ക്വയർ 100 ന്റെ സ്ക്വയർ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് അതിന്റെ ആവശ്യമില്ല അവിടെ, അതൊന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അല്ലാതെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് മെന്റൽ മാത്സിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ചെയ്ത് കാണിക്കാനേ പറ്റുള്ളൂ. അപ്പം നിങ്ങളൊരു ക്വസ്റ്റ്യൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ ആൻസർ ഒക്കെ എഴുതി വെക്കുകയാണെങ്കിൽ ടീച്ചർ ചെക്ക് ചെയ്യും നിങ്ങൾക്ക് സ്റ്റെപ്പ് എവിടെ നിന്ന് കിട്ടി, കാൽക്കുലേഷൻസ് ചെയ്തത് അവിടെ, അതാണ് ടീച്ചറിന് അറിയാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റൈറ്റ് സൈഡിൽ നിങ്ങളൊരു കോളം ഓർ റോ അത് വരയ്ക്കുക. വരച്ചതിന് ശേഷം കാൽക്കുലേഷൻസ് എല്ലാം കാൽക്കുലേഷൻസ് ചെയ്യുക. പെൻസിൽ അവോയ്ഡ് ചെയ്യുക. എൻ്റെ സാറ് പറഞ്ഞതാണ് പെൻസിൽ ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെൻസിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് പേന ഇട്ട് തന്നെ ചെയ്യുക. അവിടെ നിങ്ങൾ വൃത്തിയും എസ്തെറ്റിക്സും ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് പരീക്ഷ എഴുതണം, മാർക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ വരുന്നത്, എന്തൊക്കെ തോട്ട്സ് ആണ് വരുന്നത്, അതെല്ലാം നിങ്ങൾ എഴുതുക. ഞാൻ ഇതിനപ്പുറം ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ തന്നെ ഈ കോളം വരച്ചിട്ട് ഫസ്റ്റ് ഞാൻ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇക്വേഷൻസ് എഴുതും. കാരണം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ പല പല ക്വസ്റ്റ്യൻസ് കണ്ട് ടെൻസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും. എക്സാമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻസ് നമ്മൾ മറന്നു പോകും. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പോയി ഫസ്റ്റ് ആൻസർ ഷീറ്റൊക്കെ കിട്ടുമ്പോൾ തന്നെ ക്വസ്റ്റ്യനൊക്കെ ഞാനത് കളയും. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻസ് എല്ലാം എഴുതി വെക്കും. എനിക്കറിയാവുന്ന ഇക്വേഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ അതുപോലെ എഴുതി വെക്കും. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ വട്ടം ഓരോ ക്വസ്റ്റ്യൻ തരുമ്പോഴത്തേനും അത് മറന്നു പോകാതെ നമുക്ക് ആ ഒരു വെപ്രാളത്തിൽ നമ്മൾ ചിലപ്പോൾ ഒബ്വിയസ്ലി മറന്നു പോകും. നമ്മൾ മനുഷ്യനാണ്, നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ആദ്യമേ കൂളായിട്ട് ഇതെല്ലാം എഴുതി വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മറന്നു പോകില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റൈറ്റ് കോളം ഞാൻ പ്രോബബ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾവേസ് വർക്ക്ഡ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയില്ല, അത് കണ്ടപ്പോഴത്തേനും അയ്യോ ഇത് എനിക്ക് അറിയാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്, ഞാൻ പഠിക്കാത്തൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു അപ്പോൾ സ്കിപ്പ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ എനിക്കറിയാം പക്ഷേ എനിക്ക് ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ അറിയാം പക്ഷേ ഇത് വേറൊരു ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പം ആ ഒരു ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. അതിനെ ആലോചിച്ച് അവിടെ ടെൻഷൻ അടിച്ച് ചാവുന്നതിന് പകരം പോട്ടെ എന്നിങ്ങനെ വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ബാക്കി അറിയാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതാം. നിങ്ങൾക്കിപ്പോൾ ഒരു 30 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിലൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വെച്ചിട്ട് ഞാൻ പറയാം, ഒരു 30 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എനിക്ക് അതിലൊരു 20 ക്വസ്റ്റ്യന് താഴെ മാത്രമേ അറിയത്തുള്ളൂ. ബാക്കിയുള്ളതിലൊരു 5-6 ക്വസ്റ്റ്യൻ കൺഫ്യൂഷനും ബാക്കി 4 എനിക്ക് അറിഞ്ഞുകൂടാത്തതുമായിരിക്കും. അപ്പം ഞാൻ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 വട്ടം വായിച്ച് നോക്കും, മനസ്സിലാകുന്നില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് എനിക്ക് ബാക്കി ലാസ്റ്റ് വരെ അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻസ് കാണുമല്ലോ, ആ അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതും. എന്നിട്ട് ഇതെല്ലാ പരീക്ഷയും എഴുതി കഴിഞ്ഞിട്ട് ഈ കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അത് ആ ഒരു ടൈമിൽ സമാധാനമായിട്ട് നന്നായിട്ട് ആലോചിച്ച് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഓൾവേസ് വർക്ക്. അതും എപ്പോഴും വർക്ക് ആയിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അതിനെക്കുറിച്ച് ടെൻസ്ഡ് ആവാതെ നമ്മൾ ലാസ്റ്റ് ടൈമിൽ എല്ലാം പരീക്ഷ അറിയാന്നുള്ളതാണ്. നമുക്കിപ്പം ഡൗട്ട് ഉള്ളതിനെ കാട്ടി നമുക്ക് നന്നായിട്ട് അറിയാന്നുള്ളതിലാണല്ലോ മാർക്ക് ചാൻസ് കൂടുതൽ. അപ്പം അറിയാന്നുള്ളത് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് മാക്സിമം മാർക്ക് പോവാതെ നോക്കുക. അത് നമ്മൾ ആദ്യം എടുത്തിട്ട് ഏറ്റവും കൂടുതൽ അറിയാന്നുള്ളത് ഏതൊക്കെയാണ് അത് ഞാൻ ആദ്യം പ്രയോറിറ്റി കൊടുക്കും. അതിനുശേഷം അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഈ കൺഫ്യൂഷൻ ഉള്ളത് അല്ലെങ്കിൽ അറിഞ്ഞൂടാത്തത് എഴുതുന്നത്. അപ്പോൾ അറിഞ്ഞൂടാത്തത് ചേച്ചി എങ്ങനെ എഴുതും? അറിഞ്ഞൂടാത്തത് ചേച്ചി ചെയ്യുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി അതിനെ എടുത്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ക്വസ്റ്റ്യനിൽ ഞാൻ ആദ്യമേ പറഞ്ഞു 5 സെൻറ്റിമീറ്റർ ഓഫ് ട്രയാങ്കിൾ വിത്ത് ലെങ്ത് ഇത്ര, വിത്ത് ഇത്ര, ആംഗിൾ ഇത്ര എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, ആ കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കും. എനിക്ക് പറഞ്ഞുകൂടാത്തതാണെങ്കിൽ ആ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് എഴുതി വെക്കും. ദെൻ ഏതെങ്കിലും ഒക്കെ പോസിബിലിറ്റി അതിൻ്റെ ഏറ്റവും കൂടുതൽ അടുത്ത് വരുന്ന എന്തെങ്കിലും ഒരു ടൈപ്പ് ഇക്വേഷൻ കാണുമല്ലോ, ഇക്വേഷൻ കറക്റ്റ്ലി അറിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഞാൻ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മാർക്ക് കിട്ടുകയും ചെയ്യുമായിരുന്നു. ഫൈനൽ ആൻസർ ഫുൾ മാർക്ക് കിട്ടില്ല, എനിവേ ഒരു ഹാഫ് മാർക്സ് എങ്കിലും എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 2 മാർക്സ് എങ്കിലും എനിക്ക് അതിന് കിട്ടും.
സോ അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിവിടാത്തൊരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ ആലോചിച്ച് ഭയങ്കര ടെൻസ്ഡ് ആവാതെ നിങ്ങൾ സമാധാനമായിട്ട് അറിയാമെന്നുള്ളത് ആദ്യം എഴുതുക. അവസാനം അറിഞ്ഞുകൂടാത്തത് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളത് എഴുതുക. എല്ലാ വീഡിയോസിലും എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യമാണ് റിവിഷൻ ചെയ്യുക. മാത്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് പ്രാക്ടീസ് ആണ്. മാത്സ് പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നാലും നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് വേണം. മാത്സിൽ പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് എൻ്റെ ലൈഫിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ ഞാൻ 10th മനസ്സിലാക്കിയ കാര്യം മാത്സിൽ നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ മാത്സ് നമുക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. എപ്പോഴും ഇങ്ങനെ സിമ്പിളായിട്ടുള്ളത് സോൾവ് ചെയ്യാതെ നമുക്ക് ഹാർഡായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കാണുമല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും സെയിം ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യും. എന്നിട്ട് അതിൽ ന്യൂമറിക്കൽസ് ഒക്കെ മാറ്റി കൊടുത്ത് അതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം നമുക്ക് ആ ഒരു പാറ്റേൺ നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് കയറും. ഇങ്ങനെയാണ് ആ ഒരു പാറ്റേൺ വരുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ ഒരു ടൈമറൊക്കെ യൂസ് ചെയ്ത് നോക്കുക. ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ടൈമർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ടൈമിനകം നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ എക്സാംസിന് നിങ്ങൾക്കത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം 80-നൊക്കെയാണ് നമ്മളിപ്പോൾ മാത്സ് എഴുതുന്നത് അല്ലേ. 9th എനിക്കറിയില്ല, 10th 80 മാർക്കിനാണ് മാത്സ് എഴുതുന്നത്. അപ്പോൾ ഈ മാത്സ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്താണ് ടോട്ടലി 80 എഴുതുന്ന സമയത്ത് ഒരുപാട് ടൈം ഉണ്ട്. ചില ആൾക്കാർക്ക് ടൈം തികയാറില്ല. അപ്പോൾ ഇങ്ങനെ തികയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് എഴുതി പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. സോ ഹാർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ടൈമർ കൂടെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ടൈമറിനകം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഞാൻ ക്വാളിഫൈഡ് ആണോ, അതിന് ഞാൻ അത്രയും പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് തെറ്റിയെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒന്നും കൂടെ ചെയ്യണം. മനസ്സിലായി? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എവിടെയോ വന്നിട്ട് ഏതോ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. അത് എത്രത്തോളം ആൻസർ കറക്റ്റായിട്ട് കിട്ടുന്നവരെ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചെയ്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ നമ്പർ മാറ്റി കൊടുക്കുക. അപ്പോൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണല്ലോ, അപ്പോൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്പർ നിങ്ങൾ മാറ്റി കൊടുക്കുക. മനസ്സിലായി? ആ ഒരു സെയിം പ്രോബ്ലത്തിൽ തന്നെ നമ്പർ മാറ്റി കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എപ്പോഴും ഇക്വേഷൻസ് കണ്ടും കേട്ടും എഴുതിയും പഠിക്കണം, നല്ല മനസ്സിലാക്കി പഠിക്കണം. ഇക്വേഷൻസ് ഇല്ലാതെ നമുക്ക് മാത്സ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. എല്ലാ ചാപ്റ്റേഴ്സിലും ഇക്വേഷൻസ്, ഫോർമുലാസ്, കോൺസെപ്റ്റ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് മാത്സ് നന്നായിട്ട് എഴുതണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, നന്നായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അഫ്കോഴ്സ് ഇക്വേഷൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. സോ നന്നായിട്ട് കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഇക്വേഷൻസ് പഠിക്കുക. എപ്പോഴും പറഞ്ഞൊക്കെ പഠിക്കുക, ഇക്വേഷൻസ് എഴുതി പഠിക്കുക. അതൊക്കെയാണ് റിവിഷൻ്റെ ഒരു ഡിവിഷനിൽ വരുന്ന കാര്യം. റിവിഷനിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. കൂടുതലും എഴുതി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, അത്രയാണ് പറയാനുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ മാത്സിനെ കുറിച്ചിട്ട് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വീഡിയോ ലോങ് ആയി പോയോ ഷോർട്ടായി പോയോ എനിക്ക് ഒന്നും അറിയില്ല. കാരണം എൻ്റെ മനസ്സിൽ വന്ന എൻ്റെ ഒരു SSLC അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ടോട്ടലി ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലോങ് ആയി പോയോ ഷോർട്ടായി പോയോ എല്ലാം പറയാൻ പറ്റുമോ കറക്റ്റായിട്ട് ഒന്നും അറിയില്ല. എന്തൊക്കെയോ മനസ്സിൽ വന്നു, പറയണം എന്ന് തോന്നിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം പറഞ്ഞു. ഈ വീഡിയോ എന്തായാലും ആവറേജ് സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് കൂടെ പഠിച്ച് വളരട്ടെ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു പുതിയ കാര്യം കൂടെ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊരു ടിപ്പ് തരാൻ വേണ്ടി സാധിക്കും. അത് എങ്ങനെയാണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എപ്പോഴും കമൻറ്റ്സ് ഒക്കെ ഇടാറുണ്ടല്ലോ, അങ്ങനെ എൻ്റെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് സെക്ഷനിലോട്ട് പോവുക. അവിടെ കമൻറ്റ് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് കാണാൻ പറ്റും. അവിടെ സൂപ്പർ ചാറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാനും പറ്റും. അതുപോലെ തന്നെ ഒരു എമൗണ്ട് ടിപ്പായിട്ട് തരാനും പറ്റും. മിനിമം 40 ആണ് ആൻഡ് മാക്സിമം നിങ്ങൾക്ക് 10,000 വരെ തരാൻ വേണ്ടി പറ്റും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് അത്രയും സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിപ്പൊക്കെ തരാം. ഓൾസോ ഞാനൊരു മെമ്പർഷിപ്പ് തുടങ്ങിയിട്ടുണ്ട്. മെമ്പർഷിപ്പിൻ്റെ പാക്കേജിൻ്റെ സ്റ്റാർട്ടിംഗ് വരുന്നത് 179 ആണ്. ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള നോട്ടുകളും കാര്യങ്ങളും, സീക്രട്ട് ആയിട്ടുള്ള നോട്ടുകളും കാര്യങ്ങളും, സീക്രട്ട് ടിപ്സും, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്ലാസ്സസും മെമ്പേഴ്സ് ഓൺലി വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലോട്ട് പോവുക. ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ജോയിൻ ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പരീക്ഷകളും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റട്ടെ, ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റട്ടെ. SSLC സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടട്ടെ. സോ അതുവരേക്കും ബൈ.